ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാനിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൂത് ഇന്ന് പകലും നമ്മുടെ ഹൃദയത്തിന് ബലമായി ധൈര്യമായി തീരത്തക്ക നിലയിൽ സ്വർഗം തൊടുന്ന ദൈവം കടാക്ഷിക്കുന്ന കർത്താവിൻ്റെ മഹത്തായ കരം കണ്ട് സന്തോഷിക്കത്തക്ക നിലയിൽ അത്ഭുതത്തിൻ്റെ ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 14 വാക്യം. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പം ഒരു തുരുത്തി വെള്ളമെടുത്ത് ഹാഗറിൻ്റെ തോളിൽ വെച്ചു കുട്ടിയും കൊടുത്തു അവളെ അയച്ചു. അവൾ പുറപ്പെട്ടുപോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെഴുത്തിൻ്റെ ഭാഗം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴമായി തൊടുന്നൊരു ദൂത്. ജീവിതത്തിൻ്റെ മേഖലകളിൽ കരുതുവാൻ കഴിയാതെ പോകുന്ന സ്ഥിതി, ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിൽ വർഷങ്ങൾ സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടും ജീവിതത്തിൽ ഒന്നും കരുതുവാൻ ഇല്ലാതെ ജീവിതം ശൂന്യ അവസ്ഥയിൽ ആയിരിക്കുന്ന ഒരു തലത്തെക്കുറിച്ച് ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം. തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ ഒന്നുമില്ലാത്ത സ്ഥിതി, കൊടുക്കുവാൻ ഒന്നുമില്ലാത്ത സ്ഥിതി, ഏറ്റവും വല്ലാത്ത ശൂന്യത അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, അതിന് നടുവിൽ സംവത്സരങ്ങൾ കഴിയുന്നതുകൊണ്ട്, വർഷങ്ങൾ കടന്നുപോയതുകൊണ്ട് ജീവിതത്തിൽ ഇനി പ്രത്യാശയ്ക്ക് വകയില്ല, പ്രതീക്ഷയ്ക്ക് യാതൊരു അനുഭവങ്ങളും മുമ്പിൽ കാണാനില്ല, ദർശിക്കാനില്ല. അപ്രകാരം ജീവിതത്തിൽ അവസ്ഥയിലായിരിക്കുന്ന ദൈവമക്കളോട് ഇന്ന് കർത്താവിൻ്റെ ദൂത് ഇതാ. ശരിക്കും ഹാഗറിൻ്റെ അവസ്ഥ അതായിരുന്നു. തൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുക, ജീവിതത്തിൽ ഒന്നും സാധിച്ചില്ല, ഒന്നും കഴിയാതെ പോയി. അബ്രഹാം നൽകിയ ആ അപ്പവും തുരുത്തി വെള്ളവും അത് മുഴുവനും തൻ്റെ തലമുറയ്ക്ക് ഹാഗർ കൊടുത്തത്. ഒന്ന് രുചിക്ക് പോലും ചെയ്യാതെ തൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ ആ അല്പമായത് പൈതന് വേണ്ടി മാറ്റിവെച്ചു. എന്നാൽ അതും ചെലവായി, അതും തീർന്നു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ദൈവത്തിൻ്റെ ശക്തമായ ദൂത് വ്യക്തി ജീവിതങ്ങളോട് ഇടപെടുന്നു. ഇതുപോലെ കരുതുവാൻ കഴിയാതെ പോയി. ചിലതൊക്കെ കരുതി വെക്കേണ്ടതായിരുന്നു, ചിലതൊക്കെ അല്പം സൂക്ഷിച്ചു വെക്കേണ്ടതായിരുന്നു. എന്നാൽ എനിക്ക് നേടാൻ കഴിഞ്ഞില്ല, ഇനി എന്നെ കൊണ്ടത് അസാധ്യമാണ്. ഇപ്രകാരം ചിന്താഭാരത്തിലായിരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ അതിശക്തമായ ദൂത് ഹൃദയത്തിൻ്റെ തലങ്ങളിൽ പകരുന്നു. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്ന് തെളിയിക്കുന്ന നിലവാരത്തിൽ ഹാഗറിൻ്റെ ജീവിതത്തിൽ ദൈവിക ദൂതുണ്ടായിരുന്നു, ദൈവിക ആലോചനയുണ്ടായിരുന്നു. എന്നാൽ ചുറ്റും കരുതൽ ഇവൾ കാണാത്ത ഒരു സ്ഥിതിയിൽ കൂടെ സാഹചര്യം എത്തി നിൽക്കുമ്പോഴും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തിരുവെഴുത്ത് വളരെ വ്യക്തമാണ്. ഒരു നീരുറവ, ആ പദ്ധതിയാ ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ ഇഷ്ടവും വാഗ്ദത്തങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുക, വീണ്ടും ജീവിതം ധന്യമാക്കുക, സന്തോഷിക്കുക. ഒരു നീരുറവ ദൈവം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പകൽക്കാലം ഈ ദൂത് ഹൃദയത്തിൽ പതിയട്ടെ. എനിക്ക് കരുതുവാൻ കഴിയാതെ പോയി, പക്ഷേ എൻ്റെ ദൈവം എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതിയിട്ടുണ്ട്. ഇന്ന് ദൂതിൻ്റെ ശക്തി ഹൃദയത്തിൻ്റെ തലങ്ങളിൽ വിശ്വാസവും പ്രത്യാശയും പ്രതീക്ഷയും വർദ്ധിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക, ദൈവം ആഗ്രഹിക്കുക. എനിക്ക് നേടാൻ കഴിയാതെ പോയത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ ജീവിതം പാതി വഴി, എൻ്റെ തലമുറയുടെ ജീവിതം പാതി വഴി അവിടെ നിൽക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരു മുന്നേറ്റമുണ്ട്, ഒരു മുമ്പോട്ട് യാത്രയുണ്ട്. പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലേ, ദൈവം കരുതിയിട്ടുണ്ട്.
ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. അതാർക്കും അവകാശം പറയാൻ പറ്റത്തില്ല, ആർക്കും അതിന്മേൽ അതിരുവയ്ക്കാൻ കഴിയത്തില്ല. ദൈവം ഒരുക്കിയത് അത് തന്നെ കരങ്ങളിൽ എത്തിച്ചേരാൻ പോകുന്നു. ഹാഗർ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട. അടുത്ത വാക്യങ്ങളിലേക്ക് വ്യക്തമാക്കുന്നു. ഹാഗർ എന്താണോ കാണണ്ട എന്ന് പറഞ്ഞത്, ദൈവം ഒരിക്കലും അവളുടെ ജീവിതത്തിൽ ആ കണ്ണുകൊണ്ടത് ദർശിക്കുവാൻ ഇടയാക്കിയിട്ടില്ല. ദൈവത്തിൻ്റെ വൈതിലെ ഇന്ന് പകൽ ജീവിതത്തിൻ്റെ തലങ്ങളിൽ എനിക്കത് കാണണ്ട, ആ വേദന കാണണ്ട, ആ ദുഃഖാവസ്ഥ കാണണ്ട, ആ ശൂന്യത കാണണ്ട. ഇന്ന് പകൽ അപ്രകാരം വിശ്വാസത്തോടെ പറയുവാൻ ഇടയാകുമ്പോൾ നിശ്ചയമാ ദൈവം വെളിപ്പെടുത്തുന്നത് കരുതലാ കാണിക്കുന്നത്. ആ ശൂന്യതലമല്ല ദൈവം വെളിപ്പെടുത്തുന്നത്, ദൈവം കാണിച്ചത് നീരുറവയാ. ദൈവത്തിൻ്റെ വൈതിലെ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഈ പ്രകാരം വാക്കുകൾ വെളിപ്പെടുത്തട്ടെ, വാക്കുകൾ വിളിച്ചു പറയട്ടെ. എനിക്കത് കാണണ്ട, എനിക്ക് കാണേണ്ടത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, എനിക്ക് കാണേണ്ടത് ദൈവത്തിൻ്റെ കരുതലാ, എനിക്ക് കാണേണ്ടത് ദൈവത്തിൻ്റെ നന്മകളാ, എനിക്ക് കാണേണ്ടത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയതാ. ദൈവത്തിൻ്റെ വൈതിലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കട്ടെ. ദൈവം കരുതിയിട്ടുണ്ട്. എൻ്റെ ആയുസ്സിൽ എനിക്ക് കരുതാൻ കഴിയാതെ പോയത്, എനിക്ക് നേടാൻ കഴിയാതെ പോയത് എൻ്റെ ദൈവം എനിക്കായി കരുതിയിട്ടുണ്ട്. എൻ്റെ ദൈവം എൻ്റെ തലമുറയ്ക്കായി കരുതിയിട്ടുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിനായി കരുതിയിട്ടുണ്ട്. ദൂത് വിശ്വസിക്കട്ടെ, വചനം ഏറ്റെടുക്കട്ടെ. കർത്താവ് സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം കർത്താവേ. പ്രത്യാശ വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, ആഴമായി വചനം ഏറ്റെടുക്കട്ടെ. ഇപ്പോൾ തന്നെ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഈ പകൽ അത്ഭുതം കാണുക, ഈ പകൽ നീരുറവ കാണുക, ദൈവത്തിൻ്റെ ശക്തി കാണുക. ദൈവമേ, ഒരു നീരുറവ കണ്ട് സന്തോഷിക്കുക, ജീവിതം ധന്യമാക്കുക. ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.